എനിക്കാ കരുതും അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. എനിക്കാ കരുതും യേശു നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനം. നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എപ്പോഴും തുറന്നിരിക്കും. വാക്യം ഇങ്ങനെ മുഴുവനായി വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്: ജാതികളുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. ഇത് ബാബേലിൽ പ്രവാസത്തിൽ കഴിയുന്ന ദൈവത്തിൻ്റെ മക്കളായ ഇസ്രായേൽ ജനങ്ങളോട് അടിമത്തത്തിലായിരിക്കുമ്പോൾ അവരെ ധൈര്യപ്പെടുത്തുവാൻ പ്രവാചകൻ നൽകുന്ന പ്രവചന സന്ദേശമാണ് 40 മുതലുള്ള അധ്യായങ്ങൾ. അതിന് ബുക്ക് ഓഫ് കംഫർട്ട് എന്നാണ് ഈ ഭാഗത്തിന് പറയുന്ന ആശ്വാസത്തിൻ്റെ പുസ്തകം. വേദപുസ്തകം നമുക്ക് ആശ്വാസം തരുന്നതാണ്, പ്രത്യാശ തരുന്നതാണ്, ധൈര്യം തരുന്ന പുസ്തകമാണ്. എന്നാൽ ഈ ഭാഗത്തിന് പ്രത്യേകിച്ച് ആശ്വാസത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്, എന്നുവെച്ചാൽ പ്രതികൂലത്തിലിരിക്കുന്നവർക്ക്, കഷ്ടതയിലിരിക്കുന്നവർക്ക്. ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല. അവരുടെ കരങ്ങളൊക്കെ ബന്ധനത്തിലാണ്. അവർക്ക് ദൈവത്തെ പാടി സ്തുതിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ നടുവിൽ പ്രവാചകനെ അയച്ച് ദൈവം പരിശുദ്ധാത്മാവിലൂടെ സംസാരിക്കുകയാണ്. എൻ്റെ ജനത്തെ ആശ്വസിപ്പീൻ, ആശ്വസിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അറിയും. തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുകയാണ്: നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ വിടും. ഇതെല്ലൊരു വാഗ്ദത്തങ്ങളാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇത് ഇസ്രായേൽ ജനങ്ങളോടുള്ള വാഗ്ദത്തമാണോ? ഇന്ന് ഈ വചനം നമ്മൾ കേൾക്കുന്നെങ്കിൽ ഇത് നമ്മളോടുള്ള വാഗ്ദത്തമാണ് ദൈവത്തിൻ്റെ. ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത മറ്റൊരു പുസ്തകം പോലെയല്ല, ഒരു കാലഘട്ടത്തിന് വേണ്ടി എഴുതുന്നതല്ല. ഈ പുസ്തകം എഴുതിയ ആൾ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനാലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്, തിരുവചനം. ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിൽ പറയുകയാണ്, ചില വാഗ്ദത്തങ്ങൾ പറയുകയാണ്. ഈ ഭാഗത്തൊരു വാഗ്ദത്തമാണ്: നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ ചില വാതിലുകൾ അടഞ്ഞായിരിക്കുന്നെങ്കിൽ ഒരു വാതിൽ വന്നിട്ടുണ്ട്. യേശു തന്നെ പറഞ്ഞു, ഞാനാണ് വാതിൽ. എനിക്ക് മുമ്പേ വന്നവർ കള്ളവന്, ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞു. പിതാവിങ്കിലേക്കുള്ള വഴി യേശുവാണ്. വാതിൽ ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞെങ്കിൽ, ആ യേശു ക്രിസ്തുവിലൂടെ പേടിച്ച് വാതിലടച്ച ശിഷ്യന്മാരുടെ മുമ്പിൽ, അവരുടെ എല്ലാ വിധത്തിലും അവരുടെ മുമ്പിൽ വാതിൽ അടയായിരുന്നു യേശുവിൻ്റെ മരണത്തോടുകൂടി. എന്നാലേ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ആ വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ അവരുടെ നടുവിൽ വന്നു. യേശുവിന് വാതിൽ
ഏത് വാതിലിനകത്തും പ്രവേശിക്കാൻ കഴിയും. ഏതൊരു വാതിലും നമുക്ക് വേണ്ടി തുറക്കാൻ കഴിയും. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, ദൈവം ഒരു വാതിൽ ഒരു വ്യക്തിയുടെ മുമ്പിൽ അടച്ചാൽ അത് പിന്നെ ആർക്കും തുറക്കാൻ കഴിയത്തേയില്ല. ദൈവം തുറന്ന വാതിൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ഇന്ന് തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി രാവും പകലും ദൈവം എല്ലായ്പ്പോഴും വാതിലുകൾ അടയ്ക്കാതെ എല്ലായ്പ്പോഴും തുറന്നു വെക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭാരപ്പെടരുത്. നിൻ്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. വിശ്വസിച്ചാട്ട് പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ ദൂത് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ കർത്താവെ, ഇവർ തിരിച്ചറിയട്ടെ. ഇവരുടെ മുമ്പിൽ വാതിലുകൾ ഇവർക്കായി രാവും പകലും, രാത്രിയിലും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കുന്നല്ലോ. അത് ദൈവത്തിൻ്റെ ആത്മാവ് ഇവർക്കത് വെളിപ്പെടുത്തി കൊടുക്കട്ടെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ കർത്താവ്, ഇവരുടെ മുമ്പിൽ, ഞങ്ങളുടെ മുമ്പിൽ കർത്താവ് രാത്രിയും പകലും വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണേ എന്ന് പ്രാർത്ഥിക്കും. അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. പ്രാർത്ഥിച്ചനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ.